എന്നെ ഒരാൾ കാണാൻ വന്നാൽ നിങ്ങൾ ഇനിയും ഇങ്ങനെ ജോത്സ്യന്റെ അടുത്ത് എന്റെ അടുത്ത് പോലും നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞു വിടുന്ന ഒരാളാണ്. പക്ഷെ വേറെ ജോലിക്ക് പോകേണ്ടി വരില്ല. അതാണ് ഞാൻ പറഞ്ഞ വിശ്വാസികളുടെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവര് ഫസ്റ്റ് ഓഫ് ഓൾ അപ്രോച്ച് ചെയ്യുന്ന ജോത്സ്യനെയാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഞാനൊരു പണിക്ക് പോയാൽ ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടുന്ന് മാറും. ഈ ഞാൻ കൊടുക്കുന്ന ഉപദേശം മറ്റൊരാൾ കൊടുക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടില്ല. ഇപ്പൊ താങ്കൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാൻ ഒരു 100 ജ്യോത്സ്യന്മാരെ ഒന്ന് വിളിക്കും. അല്ല, അതിന് വേണ്ടിയിട്ടാണോ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നും കൂടെ ഒരു ചോദ്യം. ഈ പറയുന്ന രീതിയിൽ ഒരു ശരിയായ ഉപദേശം ഒന്ന് വിശ്വസിക്കുന്ന ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെയാണോ ഈ ജോലി തുടരുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ അച്ഛനെ ഞാനുമായിട്ടൊരു വലിയ താങ്കൾ ഒരുപക്ഷെ ഇമോഷൻ എന്താ, ആ ഒരു ഇമോഷൻ എന്താന്ന് എനിക്ക് ഒരുപക്ഷെ പറഞ്ഞു തരാൻ കഴിയില്ല. ഞാൻ താങ്കളോട് പറഞ്ഞു ഞാൻ ജ്യോതിഷമായിട്ട് ഇരിക്കണം എന്ന് ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞില്ല മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. പക്ഷെ ഞാനും എന്റെ അച്ഛനുമായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം സൂക്ഷിച്ചു. ഇപ്പൊ 1.5 വർഷം അച്ഛൻ മരിച്ചിട്ട് അച്ഛനെ പാരമ്പര്യം സംരക്ഷിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അച്ഛനോട് പറഞ്ഞടാ നീ ജ്യോതിഷവുമായിട്ടിരിക്കണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. സത്യം പറഞ്ഞ ആ ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് ഞാൻ ഇതിലിരിക്കുന്നത്. താങ്കൾക്ക് ഇപ്പോഴും എന്റെ സംസാരം കേട്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഏതെങ്കിലും ഒരു നല്ല ജോലിക്ക്, ഈവൻ ഒരു മാർക്കറ്റിങ്ങിനോ അല്ലെ മറ്റൊരു ജോലിക്കോ പോയാൽ അതിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഇപ്പൊ താങ്കൾ പറയാം അതൊരു വിശ്വാസമല്ലേ അച്ഛനെ എന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസമാണ്. എന്റെ അച്ഛന് ഞാൻ കൊടുത്തൊരു വാക്ക് അത് പാലിക്കുക എന്നുള്ളത് എന്റെ വിശ്വാസമാണ്. പുറത്തിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് ബന്നി എന്ന് മണ്ടനാടെ നിനക്കെന്ത് വിശ്വാസം, വാക്കല്ലേ, പോയാൽ പോയി എന്ന് പറയുമായിരിക്കാം. പക്ഷെ അതെന്റെ ഒരു വിശ്വാസമാണ്. ഈ മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നാഡി ജ്യോതിഷം, കൈനോട്ടം, മഷി നോട്ടം, പിന്നെ തത്തയെ കൊണ്ട് പറയിപ്പിക്കല്. പക്ഷെ ഇതിനൊക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പേരുകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഹരിക്ക് മനസ്സിൽ തോന്നുന്നത്? ഞാൻ അന്ധമായി ഞാൻ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസങ്ങളെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഒരു വിശ്വാസം കൊണ്ട് ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നു എങ്കിൽ, അയാൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടുന്നു എങ്കിൽ അത് അങ്ങനെ പോട്ടെ. എന്നാൽ ഇതിൽ എനിക്ക് കുറച്ച് പൈസ തന്നാൽ നിങ്ങൾക്ക് ഞാനിത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ എതിർക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു വോയിസ് കേൾപ്പിക്കാം. ഒരു പെൺകുട്ടി എനിക്ക് വോയിസ് അയച്ചു, ചേട്ടാ ഞാൻ ഒരിക്കൽ എന്റെ ശരീരത്തിൽ ബാധ കയറി എന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ എന്നെ ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോകാൻ പോയപ്പോ ഞാൻ ആ അച്ഛനോട് പറഞ്ഞു ഹരി പത്മനാഭപുരം പറഞ്ഞാൽ ഞാൻ ഈ മന്ത്രവാദത്തിന് സമ്മതിക്കാം എന്ന് പറഞ്ഞു. അത് അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ മറ്റയാളോട് ചോദിച്ചു അവൻ വലിയ കള്ളനാണ്, അവന്റെ അടുത്ത് പോകരുത് എന്ന് ആ മന്ത്രവാദി അച്ഛനോട് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞില്ല, പുള്ളി പറഞ്ഞാൽ കേൾക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ വിളിക്കുകയും ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞെ എന്തോന്ന് ബാധയാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. ചേട്ടാ ഞാനിപ്പം ദുബൈയിലാണ്, നല്ല ജോലിയുണ്ട്, മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കുട്ടി അയച്ച ഒരു വോയിസ് ഉണ്ട് എന്റെ ഫോണില്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട്. ഈ ഭീഷണികളും പ്രശ്നങ്ങളും ഒരുപാട് നേരിടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറവാണ്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല്, അങ്ങനെ ഒരു ബില്ല് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടയിടാൻ കഴിയുമെന്ന് ഹരി വിശ്വസിക്കുന്നു?